ഇഞ്ചിമിഠായിയുടെ മറ്റൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ചാലക്കുടിക്ക് അടുത്ത് ഗുരുകുൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്താണ്, ഒരു റിസോർട്ടിലോട്ടാണ്. വളരെ നല്ല ഒരു സ്ഥലമാണ്. ഇവിടെ നമുക്ക് ഒട്ടുമിക്ക ആൾക്കാരും വിസിറ്റ് ചെയ്യേണ്ട സ്ഥലം തന്നെയാണ്. കാരണം ഒരുപാട് പഴയ കാര്യങ്ങളിലോട്ടുള്ള ഒരു പിന്നെ പഴയ കാലത്തേക്കുള്ള ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കാളവണ്ടി സവാരി അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. 25 ഏക്കറിലാണ് ഈ ഗുരുകുൽ സ്ഥിതി ചെയ്യുന്നത്. ഇതിൽ ഒരു 15 ഏക്കർ മാത്രം ഒരു ഫാമായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം കിഡിലനായിട്ടുള്ള ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ ഒരുപാട് പഴയ തറവാടുകളിലൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുണ്ടാവുക. അകത്തളത്തിലൊക്കെ മഴ പെയ്യുമ്പോൾ വെള്ളം വീഴുന്ന ഒരു ഇത് ഞാൻ ഈ അടുത്തൊന്നും വേറെ എവിടെയും കണ്ടിട്ടില്ല. അങ്ങനത്തെ ഒരു ഫീച്ചർ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കതൊന്നും കണ്ടു നോക്കാം. പിന്നെ ആയുർവേദ ബേസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ്, ഉഴിച്ചിൽ, സ്റ്റീം ബാത്ത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഫീച്ചേഴ്സൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. അവരുടെ അടുത്ത് നേരത്തെ കൂട്ടി ബുക്ക് ചെയ്ത് മീൻസ് ഡേറ്റ് ഫിക്സ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ഗുരുകുലിൻ്റെ കാഴ്ചകളിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ നമുക്ക് ഗുരുകുലിൻ്റെ ഇൻറ്റീരിയർ വ്യൂസിലോട്ട് പോവാം. ഇൻറ്റീരിയറിൽ പറയത്തക്ക ഏറ്റവും വലിയ ഫീച്ചറായിട്ട് തോന്നുന്നൊരു കാര്യമാണ് അകത്തളത്തിൽ വെള്ളം വീഴുന്നത്. അത് വളരെ ഭംഗിയായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് തന്നെയല്ല, ചേർന്ന് കാണുന്നത് അവിടുത്തെ ഓപ്പൺ കിച്ചണും അതുപോലെ തന്നെ സെർവിങ് ഏരിയയും കൂടിയാണ്. പിന്നെ ചുവരിൽ കാണുന്ന മ്യൂറൽ പെയിൻറ്റിങ്സൊക്കെ അതിൻ്റെ ഇൻറ്റീരിയറിനെ കൂടുതൽ ഭംഗിയാക്കുന്നുണ്ട്. പിന്നെ അകത്തളത്തിൽ ആ ചുറ്റും ഇരിക്കുന്ന ചെടികളിൽ ഒരു കൊച്ചു സന്തോഷം ഇരിക്കുന്നുണ്ട്. കണ്ടോ, ഒരു കുഞ്ഞു കിളി അതിൽ അടയിരിക്കുന്നുണ്ട്. കാണാൻ നല്ല രസമായിരുന്നു. ഇത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെ വിശേഷങ്ങൾ. പിന്നെ നമുക്ക് അടുത്ത കാഴ്ചകളിലോട്ട് പോകാം. നമുക്ക് കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. ഒരുപാട് നല്ല വെറൈറ്റി ഓഫ് ഫ്രൂട്ട്സും അതുപോലെ ആയുർവേദ ചെടികളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. നമുക്ക് ഗുരുകുലിൽ വന്നിട്ട് അപ്പോൾ ഇവിടെ കിടന്ന് നടന്നപ്പോഴാണ് മനസ്സിലായത് ഒരുപാട് സാധനങ്ങളുണ്ടെന്ന്. അപ്പോൾ ഞാൻ ഈ പറമ്പിലൊക്കെ ഒന്ന് നടന്നപ്പോഴാണ്, പറമ്പല്ല ശരിക്കും ഒരു ഗാർഡൻ പോലെ തന്നെ സെറ്റ് ചെയ്തേക്കണേ, കിടിലായിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇതിലത്തെ ഓരോ പ്ലാന്റ്സും ഒന്നല്ലെങ്കിൽ ആയുർവേദ ചെടി അല്ലെങ്കിൽ നല്ല ഫ്രൂട്ട് അങ്ങനെയുള്ളതാണ്. ഒരു ഏരിയ ഫുൾ അവർ ഇങ്ങനത്തെയുള്ള സംഭവങ്ങളാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. വേറൊരു ഏരിയ അവരുടെ ഫാമുണ്ട്. നമുക്കിതൊന്ന് ഓടി നടന്ന് കാണാം. ഇതെന്താ ഇതെന്താ സംഭവം? ഷാമ്പു ഉണ്ടാക്കുന്ന നമ്മൾ യൂസ് ചെയ്യുന്ന സംഭവം അത്രേ. പിന്നെ നോനിയോ നാനിയോ എന്താ അറിയില്ല. നോനി. പിന്നെ നമ്മളെല്ലാവരും അട്രാക്ട് ചെയ്യുന്ന, പിള്ളേരെയൊക്കെ നന്നായി അട്രാക്ട് ചെയ്യുന്ന ചാമ്പയ്ക്ക. സൂപ്പർ ചാമ്പയ്ക്ക. കുറേ ടൈപ്പ് ഉണ്ട് ഇവിടെ ചാമ്പയ്ക്ക. ഇത് മാത്രമല്ല, പേര, അതുപോലെ കുറേ പീനട്ട് ബട്ടറിൻ്റെ ചെടി ഞാൻ കണ്ടു കേട്ടോ അവിടെ. ഇത് വെള്ളച്ചാമ്പ. ഞങ്ങളുടെ പണ്ടത്തെ തറവാട്ടിലുണ്ടായിരുന്നു ഇതുപോലത്തെ ഒരു ചാമ്പ, വെള്ള. പിന്നെ ഇതിൻ്റെ വേറെ വെറൈറ്റി ചാമ്പയുണ്ട്. അവിടെ ഇല്ല, ഇത് പീനട്ട് ബട്ടറിൻ്റെ ചെടിയാ അത്രേ. സൂപ്പറായിട്ടുണ്ട് അല്ലേ? ഈ കായ യൂസ് ചെയ്യാൻ പറ്റുമോ നമുക്ക്? കഴിക്കാനോ? കഴിച്ചു കളയാം. നമുക്കിനി പുഴയുടെ സൈഡ് കാണാം. ചാലക്കുടി പുഴയുടെ സൈഡ് ഇത് കിഡിലോ ആയിട്ടുണ്ട്. കുറച്ച് റെസ്റ്റ് ചെയ്തിട്ട് പോയാലോ? ഇതായിരുന്നു ഞങ്ങൾ യൂസ് ചെയ്തിരുന്ന കോട്ടേജ്.
പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ നമ്മുടെ ചാലക്കുടി പുഴയുണ്ട്. നമുക്ക് ചാലക്കുടി പുഴയിലോട്ട് പോവാം. വാ. ഒരു ഈവനിങ് ടൈമിൽ വന്ന് ഇവിടെ ഇരുന്ന് സ്പെൻഡ് ചെയ്യാനുള്ള എല്ലാ ഐറ്റവും ഇവിടെ ഉണ്ട്. ഇവിടെ അവിടുത്തെ കുളിക്കാനും ഇതിനൊക്കെയുള്ള സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞല്ലോ ചേട്ടൻ. പിന്നെ അത് തന്നെയല്ല, അവിടെ ഹട്ട് ഉണ്ട്. ഈവനിങ് ടൈം ഇവിടെ വന്നിരുന്ന് വേണമെങ്കിൽ നമുക്ക് ബാർബിക്യൂ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ആയിട്ടുള്ള സ്പേസ് ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അയ്യോ നമുക്കൊന്ന് അങ്ങോട്ട് പോവാം. ഇവിടെ ഇരിക്കും അല്ലേ, ഇവിടെയാണ് ബാർബിക്യൂ ഒക്കെ ചെയ്യുന്ന സ്ഥലം. ഇവിടെ വന്നിരുന്ന് ഒരു ഈവനിങ് ടൈമിൽ ബാർബിക്യൂ ഒക്കെ ചെയ്ത് ഇട്ടിപ്പൊളിയാക്കാനുള്ള സ്പേസ് ഒക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ വേണമെങ്കിൽ കുളിക്കാനുള്ളതൊക്കെ ഉണ്ട്. അത്രയും ഗട്ട്സ് ഉള്ളവർക്ക്. പക്ഷെ എന്നെ കൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇറങ്ങാൻ പറ്റാത്ത കാരണമല്ലേ ഞാൻ ഇറങ്ങിയത്. അപ്പോൾ നമുക്ക് തിരിച്ചങ്ങോട്ട് പോകാം. ഉച്ച നേരത്താണ്, പക്ഷെ വലിയ പ്രശ്നങ്ങളൊന്നും കോട്ടങ്ങളൊന്നും അറിയുന്നില്ല കേട്ടോ. വലിയ ചൂടും കാര്യങ്ങളൊന്നും അറിയുന്നില്ല ഇവിടെ. കാരണം ഇവിടെ ഹട്ടായതുകൊണ്ടും പിന്നെ പുഴ ഫ്രണ്ടിലുള്ളത് കൊണ്ടൊക്കെ ആണോ എന്നറിയില്ല, ചൂടൊന്നും അധികം ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഇവർ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നതേ മിങ്കിൾ വിത്ത് നേച്ചർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൺസെപ്റ്റാണ് കൂടുതൽ. അത് കാരണം തന്നെ ഇവിടെ വൈഫൈ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനേബിൾ ചെയ്തിട്ടുമില്ല. അപ്പോൾ ഇവിടുത്തെ എൻ്റർടൈൻമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുള്ള ഗാർഡൻ, പച്ചക്കറിയുടെ തോട്ടം, അത് ഇപ്പം അത്ര ലൈവല്ല എങ്കിലും ഓക്കെയാണത്. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാനുള്ള ആക്ടിവിറ്റീസ്, ഇപ്പോൾ കാളവണ്ടിയിലുള്ള റൈഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫുൾ നമുക്ക് കവർ ചെയ്യാം. അപ്പോൾ നമുക്ക് പോവാട്ടാ. വാ. റിസോർട്ടിൻ്റെ അതേ സ്റ്റെപ്പിൽ നിന്ന് തന്നെ ഇറങ്ങി വന്നിട്ട് ഇവിടെ ഈ ഒരു സെക്ഷനിലേക്ക് ഇറങ്ങാനായിട്ടും കൂടി അവർ എൻട്രി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഈ ഒരു ആംബിയൻസിൽ നമുക്ക് ഇവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഇതെന്ന് വെച്ചാൽ കറക്റ്റ് ചാലക്കുടി പുഴയാണ്. എനിക്ക് തോന്നുന്നത് അതിരപ്പള്ളിയൊക്കെ പോകുന്ന ഒരു ആംബിയൻസാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അവിടെ അതിരപ്പള്ളി കഴിഞ്ഞിട്ട് തുമ്പൂർ മൊഴി ഭാഗത്തൊക്കെ പോകുമ്പോൾ ചില ടൈമിൽ ഇങ്ങനത്തെ ഒരു ആംബിയൻസ് നമുക്ക് കാണാറുണ്ട്. അപ്പോൾ അത് നമുക്ക് ഈ റിസോർട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റും. അധികം ആൾക്കാരും ക്രൗഡോടൊന്നും അല്ലാണ്ട് നമുക്ക് ഫാമിലിയായിട്ട് മാത്രം വന്നിരുന്ന് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാനായിട്ടൊക്കെ നല്ല ആംബിയൻസ് ആണിത്. വെള്ളത്തിൻ്റെ സൗണ്ടൊക്കെ നന്നായിട്ടുണ്ട്. പക്ഷേ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ഒരു പ്ലസൻറ്റ് ഫീൽ തരുന്നുണ്ട്. പക്ഷേ വീഡിയോയിൽ അത് ചിലപ്പോൾ ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നുന്നു. എൻ്റെ വോയിസ് കേൾക്കുന്നുണ്ടാവില്ല. എന്തായാലും ആംബിയൻസ് ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു ഈവനിങ് ടൈമിലുണ്ട്. ഈവനിങ് ടൈമിൽ സ്പെൻഡ് ചെയ്യാനായിട്ട് അടിപൊളി ആംബിയൻസ് ആണ്. നമ്മൾ ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് ആക്ടിവിറ്റീസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ ഒരു ചൂണ്ട തരും. ചൂണ്ട നമുക്ക് വേണമെങ്കിൽ മീൻ പിടിക്കാനായിട്ട് നോക്കാം. മീൻ പിടിച്ചിട്ട് ആ മീനെ നമുക്ക് ഇവിടെ തന്നെ ഗ്രില്ല് ചെയ്യാനായിട്ട് ബാക്കിൽ കണ്ടില്ലേ, ഹട്ട് കണ്ടില്ലേ, നേരത്തെ തന്നെ കാണിച്ചെന്നില്ല. ആ ഹട്ടിൽ പോയിട്ട് അവിടെ ഒരു മറ്റേ ഗ്രില്ല് ചെയ്യാനുള്ള സെറ്റപ്പ് അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഗ്രില്ല് ചെയ്യാം. ഫാമിലിയായിട്ട് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് അങ്ങനത്തെ കുറേ ആക്ടിവിറ്റീസ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവിടെ കുറേ ചേട്ടന്മാർ മീൻ പിടിക്കുന്നുണ്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ. അതെ, അപ്പോൾ നമ്മൾ ഇന്ന് താമസിച്ച കോട്ടേജ് എങ്ങനെയാണ് ഇതിൻ്റെ സെറ്റപ്പ് എന്നൊക്കെ ഒന്ന് നോക്കാം. 6000 മുതൽ സ്റ്റാർട്ടിങ് ടാരിഫുള്ള റൂംസ് ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് കോട്ടേജ് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ ബെഡ്റൂം, പിന്നെ അതുപോലെ തന്നെ ടോയ്ലറ്റ് ആ സൈഡാണ്. അപ്പോൾ നമ്മൾ ഏകദേശം വെക്കേറ്റ് ചെയ്യേണ്ട സമയപ്പോഴാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. അത് കാരണം ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. നമുക്ക് പോവാം, പുറത്തേക്ക് പോകാം. പിന്നെ ഇവിടെ മാത്രമല്ല കേട്ടോ, നമുക്ക് ഇപ്പോൾ നമ്മുടെ ഫാമിലി ഫുള്ളായിട്ടുള്ള കോട്ടേജസ്, ഫാമിലി ഫുള്ളി പിന്നെ പറയാനുണ്ട് മണ്ണിൻ്റെ ഗ്ലാസ് പറഞ്ഞിട്ട് മിങ്കിൾ വിത്ത് നേച്ചറാണ് സംഭവം. ഒരു ഗുട്ടൻ സെയിം ചെയ്തിരിക്കുന്നത് അത് തന്നെയാണ് സംഭവം. അപ്പോൾ ഇങ്ങനെ ആവട്ടെ, നമുക്ക് പോവാം. ബാ. പിങ്ക് വലിയ ചാമ്പയ്ക്ക ഇങ്ങനത്തെ കുറേ വെറൈറ്റീസ് കാണണമെങ്കിൽ ഇങ്ങോട്ട് വരണം. ഞാൻ ഇതിൻ്റെ വെള്ളയെ കണ്ടിട്ടുള്ളൂ. ടേസ്റ്റ് ഉണ്ടോ നോക്കാം കേട്ടോ നമുക്ക്. നമ്മുടെ രസഗുരുല്ലേ കുഞ്ഞ് എൻഗേജ്മെൻറ്റ്സ്, ഗെറ്റ് ടുഗദർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്താനുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട്. അതിനു വേണ്ടി അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റേജാണിത്. ഇവിടെ നമുക്ക് അങ്ങനെയുള്ള ഫങ്ഷൻസൊക്കെ ഓർഗനൈസ് ചെയ്യാം. വളരെ കുറച്ച് 10-35 ആളൊക്കെ ഉള്ളൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതുപോലെ തന്നെ ഫുഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ അറേഞ്ച് ചെയ്ത് തരും. വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ നിങ്ങളാരും മിസ് ചെയ്യണ്ട കേട്ടോ.
ഇത്രയധികം ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. അത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കഴിഞ്ഞാൽ ചൂടൊന്നും ഫീൽ ചെയ്യില്ല കേട്ടോ. സൂപ്പർ സ്ഥലം. ഒരുപാട് വെറൈറ്റി ഓഫ് ഫ്രൂട്ട്സും നമുക്ക് പേര് തന്നെ പറയാൻ പറ്റാത്തത്ര സാധനങ്ങളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വലിയ ധാരണയൊന്നുമില്ല. പിന്നെ അങ്ങനെയും പറഞ്ഞ് ഞാൻ പോകുന്നത് ചക്കയുടെ അടുത്തേക്കാണ്. അപ്പോൾ അത് വിചാരിച്ചിട്ട് എനിക്ക് അറിയാത്തതാണെന്ന് വിചാരിക്കണ്ട. ഇവിടെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് മാത്രമേ, ഇപ്പം പ്രാവ് മാത്രമേ ഉള്ളൂ. കുറച്ച് നാളുകൾക്ക് ശേഷം പിന്നെ വീണ്ടും ഒരു കൊറോണയ്ക്ക് ശേഷം വീണ്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ. ഇവിടെ ഗോശാലയുണ്ട്. ഗോശാല എന്ന് പറയുമ്പോൾ നമ്മുടെ ഉണ്ണിക്കണ്ണനായിട്ട് റിലേറ്റ് ചെയ്തിട്ട്, ഉണ്ണിക്കണ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും തെറ്റിദ്ധരിക്കേണ്ട, നമ്മുടെ ശ്രീകൃഷ്ണനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ എന്താ പറയുക, മ്യൂറൽ പെയിൻറ്റിങ്സ് പോലെ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇവിടുത്തെ പശുവിനെ പുറമെ വെച്ച് കെട്ടിയേക്കുക. അപ്പോൾ എനിക്കത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നേക്കണം. നല്ല ഭംഗിയുണ്ട് അല്ലേ? അത്യാവശ്യം നല്ല കിടിലായിട്ട് ചെയ്തിട്ടുണ്ട് അവർ. കാളവണ്ടി നമുക്ക് അങ്ങോട്ട് പോവാം. ചക്കിലിട്ട് പോവാം. ചക്ക് നമ്മുടെ പണ്ടത്തെ അച്ചാച്ചന്മാരും അമ്മമ്മമാരൊക്കെ എങ്ങനെയാണ് വെളിച്ചെണ്ണ ആട്ടിയെടുത്തിരുന്നതെന്നുള്ളത് നമുക്ക് നോക്കാട്ടോ. ഇതാ അവരിത് കാളവണ്ടിയിലൊക്കെ നാളികേരവും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുപോയി അവർ തലയിലൊക്കെ ചുമന്നിട്ടൊക്കെയാണ് അവർ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് അത് പൊതിക്കും. ഇപ്പോഴും നമ്മൾ ചെയ്യാറുള്ള പ്രോസസ്സാണ് മറ്റേ കുറ്റി വെച്ചിട്ട് പൊളിക്കുന്നത്. എന്നിട്ട് ആ നാളികേരം മുറിച്ച് രണ്ടിതാക്കി കൊപ്പര ഇതിലിടും. എന്നിട്ട് നമ്മൾ കാളക്കൊട്ടനെ കൊണ്ട് ചക്കാട്ടിക്കും. എന്നിട്ടാണ് നമ്മൾ വെളിച്ചെണ്ണ എക്സ്ട്രാക്ട് ചെയ്തിരുന്നത് അന്ന്. അപ്പം അങ്ങനെയല്ല, നമുക്ക് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. എനിക്കും ഇത്രയൊക്കെ തന്നെ അറിയുള്ളൂ. ഇവർ പെയിൻറ്റ് ചെയ്ത് വെച്ചതെന്ന് എനിക്ക് മനസ്സിലാവുമ്പോൾ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പോവാട്ടോ. ഇതാ ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ വന്ന് കയറിയ ഉടനെ കാണാൻ പറ്റുന്നത് പാപ്പുപിള്ളാസ് ടീ ഷോപ്പാണ്. 1950 ഇത് ഈ കോതമംഗലത്ത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ടീ ഷോപ്പാണ്. അതെങ്ങനെയാണോ അവിടെ ഇരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ അവർ ചെയ്തു വെച്ചേക്കണം. അയാളുടെ അച്ഛൻ്റെ ഓർമ്മയ്ക്ക് ചെയ്തു വെച്ചിരിക്കുന്നതാണ്. നന്നായിട്ടുണ്ടല്ലേ? നമുക്ക് പോവാം. നമുക്ക് ഫ്രണ്ടിലേക്ക് പോകാം. ഇതിപ്പോൾ ചായ കുടിക്കേണ്ട സമയമല്ല, അതുകൊണ്ടാണ് ഇതിൻ്റെ ഉള്ളിൽ കയറാത്തത്. ചോറുണ്ണേണ്ട സമയം. എനിക്ക് നന്നായി വിശക്കുന്നുണ്ട്. നമുക്ക് പോയാലോ ഭക്ഷണം കഴിക്കാൻ? ഇപ്പോൾ നിൽക്കുന്നതേ ഇപ്പോൾ ഫുഡ് കഴിക്കാനായിട്ടുള്ളതിലാണ്. മുകളിൽ ഓപ്പൺ കിച്ചൺ ഉണ്ട് ഗുരുകുലിൻ്റെ. അപ്പോൾ അടിയിലുണ്ട് ഓപ്പൺ കിച്ചണാണ്. വേണമെങ്കിൽ ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കി കഴിക്കാം. അങ്ങനെയുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് ഭക്ഷണം എന്തായാലും എക്സ്പ്ലോർ ചെയ്യാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മുടെ മേലത്തെ വേണം ഞങ്ങൾ മീൽസാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ആംബിയൻസിൽ ഭക്ഷണം ഇരുന്ന് കഴിച്ചില്ലെങ്കിൽ അത് വമ്പൻ നഷ്ടമെന്ന് മനസ്സിലാക്കി ഞങ്ങൾ അടിയിലെ കിച്ചണിൽ വേണ്ട ഭക്ഷണം ഇവിടെ തന്നെ മതി മീൽസ് എന്ന് പ്രത്യേകം പറഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. എന്തായാലും നമുക്ക് ഇവിടെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇത് കണ്ടോ ഈ ഐറ്റം? ഇത് ചുട്ടരച്ച ചമ്മന്തി, മുളക് ചുട്ട് പുളിയും കൂടി വെളിച്ചെണ്ണ എന്നിട്ട് അരക്കുന്നത്. കുറച്ച് കാര്യങ്ങളിലോട്ടൊക്കെ കിടക്കാനായിട്ട്. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോകാം കേട്ടോ. ഇവിടേക്ക് റൂംസ് അവൈലബിൾ ആണ്. അത് തന്നെയല്ല ഇവിടെ സ്റ്റീം ബാത്ത്, അതുപോലെ ആയുർവേദ ഉച്ചിലുകൾ അതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുള്ള ഏരിയാസൊക്കെ ഉണ്ട്. പിന്നെ കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുള്ളവർ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന നമ്പർ യൂസ് ചെയ്ത് കോൺടാക്റ്റ് ചെയ്യുക. അവർ നേരിട്ട് വിസിറ്റ് ചെയ്യാം.